8ാം ക്ലാസ്സിലെ ദ എസ്ട്രോണമർ 30 സെക്കൻഡ് കൊണ്ട് പഠിച്ചാലോ? കാണുന്ന ഒരേ കാഴ്ചയെപ്പറ്റി രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കാഴ്ചയെ വളരെ നിഷ്കളങ്കതയോടുകൂടി വർണ്ണിക്കുന്ന കുട്ടിയും അതിനെ ലോജിക്കായിട്ട് തിങ്ക് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ജ്യേഷ്ഠനുമാണ് ഇവിടെ ഉള്ളത്. വൈകുന്നേരങ്ങളിൽ മരച്ചില്ലകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ചന്ദ്രനെ ആർക്കെങ്കിലും പിടിച്ചുകൂടെ എന്ന് കുട്ടി ചോദിക്കുമ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മണ്ടിക്കുട്ടി നീയാണെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മൂൺ നമ്മുടെ അടുക്കൽ നിന്ന് ഒരുപാട് ദൂരെയാണെന്നും അതിനെ ആർക്കാണ് പിടിക്കാൻ കഴിയുക എന്നും ജ്യേഷ്ഠൻ ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ താഴെ നിൽക്കുമ്പോൾ അമ്മ ടെറസിൽ നിന്നും നമ്മളെ വിളിക്കാറില്ലേ, നമ്മളെ നോക്കാറില്ലേ? ആ സമയം അമ്മയും നമ്മൾ തമ്മിൽ ഒത്തിരി ദൂരമുണ്ടെങ്കിലും നമുക്ക് അമ്മയെ പിടിക്കാൻ കഴിയുന്നില്ല. മൂണിന്റെ ദൂരത്തെപ്പറ്റി ലോജിക്കായിട്ട് ജ്യേഷ്ഠൻ പറയുമ്പോൾ കുട്ടി അതിന്റെ നിഷ്കളങ്കതയോട് കൂടി ചോദിക്കുന്നതാണിത്. ഇത്ര വലിയ മൂണിനെ പിടിക്കാൻ വലിയൊരു നെറ്റ് ഉണ്ടോ എന്റെ കയ്യിൽ നിന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് നെറ്റ്, ഈ കൈ തന്നെ പോരെ എന്ന് കുട്ടി വളരെ നിഷ്കളങ്കതയോടെ ചോദിക്കുന്നു. അപ്പോഴും ചിരിച്ചുകൊണ്ട് മൂണിന്റെ വലുപ്പത്തെപ്പറ്റി ജ്യേഷ്ഠൻ വിവരിക്കുകയും എന്നാൽ കുട്ടി അത് അമ്മയായിട്ട് കമ്പയർ ചെയ്യുകയും ചെയ്യുന്നു. അമ്മ ഉമ്മ തരാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അമ്മയുടെ മുഖം വളരെ വലുതാകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മൂൺ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അത് വലുതായി തോന്നുക എന്ന് കുട്ടി നിഷ്കളങ്കതയോടെ ചോദിക്കുന്നു. അപ്പോഴും ജ്യേഷ്ഠൻ ചിരിച്ചുകൊണ്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മണ്ടിക്കുട്ടി നീയാണെന്ന് പറയുന്നു. ഇതോടുകൂടി കവിത അവിടെ അവസാനിക്കുകയാണ്. ഒരേ കാഴ്ചയെപ്പറ്റി രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇനിയും ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ ഇതിന്റെ ലോങ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. വാച്ച് ചെയ്യുക.